ഇപ്പോൾ ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഏറ്റവും വലിയൊരു വാർത്തയാണ് ബസ്സിൽ കയറുന്നൊരു പെൺകുട്ടി ഇപ്പുറത്തൊരു ആൺകുട്ടി ഇരുന്ന ഉടനെ വീഡിയോ എടുക്കുന്നു, എന്നെ കയറി എന്തെങ്കിലും ചെയ്തു, എന്നെ കയറി തൊട്ടു എന്നൊക്കെ പറഞ്ഞ്. ശരിക്കും അത് റിയലായിട്ട് സംഭവിച്ചതുകൊണ്ടായിരിക്കാം, സംഭവിക്കാത്തതുകൊണ്ടായിരിക്കാം, എന്തിനായാലും റീച്ചിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ എഴുത്തുകാരോട് ഡയറക്റ്റ് ചോദിക്കുന്നത്, ഈ പെണ്ണുകേസ് എന്ന് പറയുന്ന സിനിമ ഇന്ന് സംഭവിച്ചു കഴിഞ്ഞു. അവിടെ ഞാൻ ചോദിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പെണ്ണുങ്ങൾക്ക് എന്തും ചെയ്യാം, എല്ലാ നിയമം പെണ്ണുങ്ങളുടെ കൂടെ, ആണുങ്ങൾ ചെയ്ത കുറ്റക്കാരൻ, യോജിക്കുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? രണ്ട്, അതായത് നമുക്കതിൽ എന്താ പറയുക, ഈ ക്രൈമിൽ നമ്മൾ ജെൻഡർ കാണാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നിയമത്തിൽ എങ്ങനെ ജെൻഡർ വരുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് അത് ഉറപ്പായിട്ടും പ്രിവിലേജിന്റെ വ്യത്യാസമാണ്. നമ്മൾ എന്താ പറയുക, സ്ത്രീകൾ കുറച്ചുകൂടെ നമുക്ക് അവസരങ്ങൾ കുറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലാണ്. അതായത് പ്രിവിലേജ് കുറവുള്ള ആളുകളായതുകൊണ്ടാണ് നിയമം കുറച്ചുകൂടെ സ്ത്രീകൾക്ക് അനുകൂലമാവുന്നത്. ആണുങ്ങളെ പോലെ അത്രയും തുല്യ അവസരങ്ങൾ നേടുന്ന ഒരാൾക്കാരല്ല സ്ത്രീകൾ. അതൊരു റിയാലിറ്റിയാണ്, നമ്മളെ സോഷ്യൽ റിയാലിറ്റിയാണ്. അതുകൊണ്ടാണ് നിയമം അങ്ങനെ ആവുന്നത്. പിന്നെ ക്രൈമിനെ നമ്മൾ ഒരിക്കലും ജെൻഡറിലൂടെ കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണ് തെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് പെണ്ണ് തെറ്റ് ചെയ്യുന്നത്. പക്ഷേ പെണ്ണ് തെറ്റ് ചെയ്യുമ്പോൾ വിസിബിലിറ്റി കൂടുന്നത് എന്താ പറയുക, നമുക്ക് ആ കൗതുകം കുറച്ച് കൂടുതലായതുകൊണ്ടാണ്. ഒരു പെണ്ണ് ഒരു ക്രൈം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, കാണാൻ ഇൻട്രസ്റ്റ് ആണ്, അത് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ആണ്, അത് വാർത്തയാവാൻ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരുപാട് കൈക്കൂലി കേസുകൾ കാണാറുണ്ട്. വിജിലൻസ് പിടിക്കുന്നു, അങ്ങനെ ഇത് കാണും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ലേഡി ഒരു കൈക്കൂലി വാങ്ങിച്ച് അവരെ പിടിച്ചു. പക്ഷെ അതിന് കിട്ടിയൊരു മീഡിയ അറ്റൻഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്, ഭയങ്കര വലുതാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്. അപ്പുറത്ത് ഈ പുരുഷന്മാർ ചെയ്യുന്ന ക്രൈമിനെക്കാട്ടൊക്കെ മീഡിയ അറ്റൻഷൻ കിട്ടിയത് അവിടെ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്. അപ്പോൾ അതിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യാനും, പെണ്ണുങ്ങൾ അങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ എന്ന് പറയാനും ഒരുപാട് മനുഷ്യരുണ്ട്. അതൊരു എന്താ പറയുക, നമ്മളൊരു സൊസൈറ്റിയുടെ ഒരു പൊതു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിയമം ഉറപ്പായിട്ടും സ്ത്രീകളുടെ കൂടെയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീകളുടെ കൂടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ പോസിറ്റീവ് അങ്ങനെ ആവണം എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്.